അടുത്തായിട്ട് നമുക്ക് സുവോളജി +2ൻ്റെ സുവോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓണം എക്സാമിന് ഓൾറെഡി 3 ചാപ്റ്ററാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമുക്കറിയാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മൂന്നാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ഈ ഓരോ ചാപ്റ്ററിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ള ചില ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നോക്കേണ്ട ചില ടോപ്പിക്സാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങളൊന്ന് കവർ ചെയ്യുക. കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ മാർഗം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ സ്പെർമാറ്റോജെനിസിസ്. കണ്ടോ? ഓക്കെ, സ്പെർമാറ്റോജെനിസിസ് ഇത് ഷോർട്ടസ്റ്റ് ആയിട്ടാണ് കയറി ചോദിക്കുന്നത്. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൽ ഗമേറ്റ്സ് ആയിട്ടുള്ള സ്പെംസ് ടെസ്റ്റസിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്പെർമാറ്റോജെനിസിസ് അല്ലേ. അപ്പം അത് 3 സ്റ്റെപ്പുകളായിട്ടാണ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് സ്പെർമാറ്റോസൈറ്റോജെനിസിസ്, 2 മിയോസിസ്, 3 സ്പെർമിയോജെനിസിസ്. ആ 3 സ്റ്റെപ്പുകൾ അതുപോലെ എഴുതണം. അതിൽ ഫസ്റ്റ് സ്പെർമാറ്റോസൈറ്റോജെനിസിന് തന്നെ വീണ്ടും 2 സ്റ്റേജുകൾ വരുന്നുണ്ട്, 2 സ്റ്റെപ്പ് കൂടെ വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്. ആ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അത് ഷോർട്ടസ്റ്റ് പോലെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം നമുക്ക് തരും. ഡയഗ്രം തന്നിട്ട് ഈ പ്രോസസ്സിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് എന്താണ്, നമ്മൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഷോർട്ടസ്റ്റ് പോലെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ് നമ്മുടെ വീഡിയോസിനകത്തുണ്ട്. ഈ സ്പെർമാറ്റോജെനിസിസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഊജനിസിസ്. ഊജനിസിസ് നമുക്കറിയാം ഓവറിൽ നിന്ന് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള ഓവം അഥവാ എഗ്ഗ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അത് 3 സ്റ്റെപ്പുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, 2 ഫേസ് ഓഫ് ഗ്രോത്ത്, 3 ഫേസ് ഓഫ് മെച്ചുറേഷൻ. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ നമ്മളത് മനസ്സിലാക്കി വെക്കണം. ആ ഓരോ സ്റ്റെപ്പിലും വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ചെറിയൊരു പാരഗ്രാഫ് പോലെ എഴുതണം. ഓക്കെ, ഇതും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഷോർട്ടസ്റ്റ് പോലാണ് നമുക്ക് ചോദിക്കുന്നത്. ഏത്? സ്പെർമാറ്റോജെനിസിസ്, ഊജനിസിസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ഷോർട്ടസ്റ്റ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, 2 സ്റ്റെപ്പും അതുപോലെ കയറി 2 ഷോർട്ടസ്റ്റ് പോലെ എക്സാമിന് കയറി ചോദിക്കാം. ആനുവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 2-ൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കയറി എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊജനിസിസ് പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓവത്തിൻ്റെ സ്ട്രക്ചർ ഓഫ് ഓവം ഒന്ന് ഫോക്കസ് ചെയ്യണം. ഒരു ഓവത്തിനെ സറൗണ്ട് ചെയ്ത് 4 മെംബ്രേനിയസ് കോട്ടിംഗ് ആണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ ഡയഗ്രം തന്നിട്ട് അതിൻ്റെ പാർട്ടുകൾ ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം ഓവത്തിനെ സറൗണ്ട് ചെയ്ത് 4 മെംബ്രേനിയസ് കോട്ടിങ് വരും. അതേതൊക്കെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ, വിറ്റിലൈൻ മെംബ്രെയിൻ, സോണ പെലൂസിഡ, കൊറോണ റേഡിയേറ്റ. ഓക്കെ, അതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ സ്പെർമാറ്റോജെനിസിസ്, ഊജനിസിസ് ഷോർട്ടസ്റ്റ് പോലെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് മെയിലിലും ഫീമെയിലിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണാണ്. ഏതൊക്കെ? LH-ഉം FSH-ഉം. ലൂട്ടിനൈസ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. അപ്പം ഇത് മെയിലിലും ഫീമെയിലിലും ഈ 2 ഹോർമോണിൻ്റെ റോൾ എന്താണ്? ഇത് നമ്മുടെ വീഡിയോസിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോസിനകത്ത് ഓൾറെഡി ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ്. FSH ഫീമെയിലിന് സിമ്പിളാണ്. ഫോളിക്കിൾ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഫോളിക്കിൾ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. പിന്നെ LH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറാനും എന്നിട്ട് ആ കോർപ്പസ് ലൂട്ടിയത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നതാണ്.
ഓക്കെ. ഇനി മെയിലിലാണെങ്കിൽ സറ്റോളി സെൽസിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യുക, അതുപോലെ ലേഡിക് സെൽസിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ ഒരു പരിപാടിയാണ് LH FSH ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ വീഡിയോസിനകത്ത് ഡീറ്റെയിൽ ഉണ്ട്. അതിൻ്റെ ഇപ്പം LH-ൻ്റെയും FSH-ൻ്റെയും മെയിലിലും ഫീമെയിലിലും ആ രണ്ട് ഹോർമോണിൻ്റെ റോൾ എന്താണ്, ഫങ്ഷൻ എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പം അത്രയും ഈ രണ്ട് ടോപ്പിക്സ് കഴിഞ്ഞിട്ട് LH-ൻ്റെയും FSH-ൻ്റെയും മെയിലിലും ഫീമെയിലും ഉള്ള റോൾ അഥവാ ഫങ്ഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാവുന്ന, അതിൽ നിന്ന് വൺ വേർഡ് പോലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ഉറപ്പിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ. ഇത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് മെൻസ്ട്രുവൽ സൈക്കിളാണ്. അതും ചെറിയ ഷോർട്ട് എസ്സേ പോലാണ്, എല്ലാം ചെറിയൊരു ഷോർട്ട് എസ്സേയാണ്. ഷോർട്ട് എസ്സേ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഇതിൽ നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ. അപ്പം മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുമ്പം അത് 4 സ്റ്റേജുകളായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, ഓവുലേറ്ററി ഫേസ് അല്ലേ? അതിൽ മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്, അത് നമ്മൾ മനസ്സിലാകും. അതിന് ഓരോ ഫേസിനെ കുറിച്ചും ഈ 2 സെൻറ്റൻസ് വെച്ച് നമ്മളൊന്ന് എഴുതാനായിട്ട് വില്ലിങ് ആയാൽ മതി. അതപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് എഴുതുമ്പോൾ ആ 4 സ്റ്റേജിൻ്റെ 4 ഫേസിൻ്റെ ഈ 2 സെൻറ്റൻസ് എഴുതുമ്പോൾ കറക്റ്റ് ഒരു ഷോർട്ട് എസ്സേ ആവും. ഓക്കെ. അപ്പോൾ അതൊരു ഷോർട്ട് എസ്സേ പോലെ നമ്മൾ എഴുതാൻ വില്ലിങ് ആയിരിക്കണം. അപ്പോൾ അത് നമ്മളൊന്ന് വില്ലിങ് ആയി കഴിഞ്ഞാൽ അതിന് നമുക്ക് വൺ വേർഡ് പോലെ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നത്, പിന്നെ കോർപ്പസ് ലൂട്ടിയം ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുന്നത്, അതൊക്കെ ഏത് സ്റ്റേജിലാണ്. അപ്പോൾ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് ഫോളിക്കുലാർ ഫേസിലാണ്. ഓക്കെ. പിന്നെ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതും ലൂട്ടിയൽ ഫേസിലാണ്. കോർപ്പസ് ലൂട്ടിയൻ ട്രാൻസ്ഫോം ചെയ്ത് പിന്നെ കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുന്നത് ലൂട്ടിയൽ ഫേസിലാണ്. അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് വൺ വേർഡ് പോലുള്ള റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഹോർമോൺ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് യൂട്രസിനകത്ത് ഇംപ്ലാന്റേഷൻ നടക്കാൻ സഹായിക്കുന്നതിൽ ഒരു മെയിൻ റോൾ വഹിക്കുന്നതാണ് ഈ പ്രൊജസ്ട്രോൺ. അതുകൊണ്ട് അതിനെ പ്രഗ്നൻസി ഹോർമോൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആ 2 എണ്ണത്തിൻ്റെ LH-ൻ്റെ FSH-ൻ്റെ റോള് നമ്മൾ നോക്കണം. പിന്നെ അപ്പോൾ LH FSH പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ്, മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഏത് സ്റ്റേജിലാണെന്നൊക്കെ അത് നമ്മൾ ഷോർട്ട് എസ്സേ പോലെ നമ്മളത് മനസ്സിലാക്കി വെക്കുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വീഡിയോസിനകത്ത് തന്നെ ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും ഓരോ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം അത് 4 സ്റ്റേജുകളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ ഗമറ്റ് നമ്മൾ പറഞ്ഞ പേരെന്താ, സൈഗോട്ട് എന്ന് പറയും. സൈഗോട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറി എംബ്രിയോ ഡെവലപ്പ് ചെയ്തൊരു ഓർഗാനിസമായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ ആ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നത് 4 സ്റ്റെപ്പുകളായിട്ടാണ്, അല്ലെങ്കിൽ 4 സ്റ്റേജുകളിലായിട്ടാണ്. അതിലൊന്നാമത്തെയാണ് ക്ലീവേജ്, രണ്ടാമത്തെ ബ്ലാസ്റ്റുല, മൂന്നാമത്തെ ഗ്യാസ്റ്റുല, പിന്നെ 4ാമത്തെ ഓർഗാനോജനി. ഓക്കെ. അതിനുശേഷം പിന്നീട് ആ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ഫ്ലോ ചാർട്ടൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ എംബ്രിയോ ഡെവലപ്മെൻറ്റും ജസ്റ്റ് നമ്മൾ എന്താണ് ആ 4 സ്റ്റേജിനെ കുറിച്ചും ഈ 2 സെൻറ്റൻസ് വെച്ച് 4 സ്റ്റേജുകളുണ്ട്. ആ 4 വ്യത്യസ്ത ഫേസുകളുണ്ട്. അതിൽ ഓരോ ഫേസിലും നടക്കുന്ന സംഭവങ്ങൾ ഈ 2 സെൻറ്റൻസ് എഴുതാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. ഓക്കെ. പിന്നെ അതിൻ്റെ ഫ്ലോ ചാർട്ട് കറക്റ്റ് മനസ്സിലാക്കണം, അത് ഓരോ സ്റ്റേജുകൾ കടന്ന് വരുന്നത്. ഓക്കെ. അപ്പം അത് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം നമ്മുടെ വീഡിയോസിനകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ കിട്ടിയിരിക്കും. ഓക്കെ. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ.
അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പം ഏതാണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ചാപ്റ്ററിനകത്തിലെ ഈ ടോപ്പിക്സ് വളരെ കാര്യമായിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ മുഴുവൻ മാർക്കും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യമേ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ എന്തുവാണ് നമ്മൾ പഠിക്കേണ്ടത്? അതിൻ്റെ പഠിച്ചു വെക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ കോസസ്, അതുപോലെ കൺട്രോൾ. റീസൺസ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, കൺട്രോളുണ്ട്. അതിനകത്തിലെ റീസൺസ് കൺട്രോളുമാണ് കൂടുതൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം പോപ്പുലേഷൻ എക്സ്പ്ലോഷനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസിനകത്ത് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽഡ് കോസസ്, എഫക്ട്സ്, കൺട്രോൾ, അത് മൂന്നും കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസ് ഏതെങ്കിലും ഒരു ജസ്റ്റ് 3-4 പോയിന്റുകൾ നമ്മളൊന്ന് ഓർമ്മ വെക്കുക. അത് നമുക്ക് ഓർമ്മ വെച്ച് എഴുതാനുള്ളതേ ഉള്ളൂ. ആ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. റീസൺസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കൺട്രോൾ ഓഫ് ഓവർ പോപ്പുലേഷനാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ അപ്പം നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേനും റീസൺസും കൺട്രോളുമാണ്. 3-4 മാത്രമേ ഉള്ളൂ കൺട്രോൾ മെഷേഴ്സ്. അത് ജസ്റ്റ് അതെന്താണെന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒന്ന് ഫോക്കസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. അത് കുറേ സംഭവങ്ങളുണ്ട്. നമുക്കറിയാം നാച്ചുറൽ മെത്തേഡ്സ്. അതിൽ നാച്ചുറൽ മെത്തേഡ്സ് തന്നെ ഏതെല്ലാം ടൈപ്പ് ഉണ്ടെന്ന് അത് ജസ്റ്റ് പേരെഴുതാനായിട്ട് ചോദിക്കുന്നതാണ്. ലാക്ടേഷൻ, ലമിനോറിയ, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, വിഡ്രോവൽ മെത്തേഡ്, അങ്ങനെ 3 ഉണ്ട്. നാച്ചുറൽ മെത്തേഡ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. പിന്നെ ബാരിയർ മെത്തേഡ്സ്, IUDS, പിന്നെ ഓറൽ പിൽസ്, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ആൻഡ് ഇംപ്ലാന്റ്സ്, പിന്നെ സർജിക്കൽ മെത്തേഡ്സ്. അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് IUDS എന്താണെന്ന് ഫോക്കസ് ചെയ്യണം, അതൊന്ന് നോക്കണം. അതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, അത് പിൽസായിട്ട് ഉപയോഗിക്കുന്ന, പിന്നെ സർജിക്കൽ മെത്തേഡ്സും. അതിൽ IUDS നമുക്കൊന്ന്, അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് തന്നെ കുറേ എണ്ണം ഉണ്ട്. അതിനകത്തിൽ IUDS ഒന്ന് മെയിനായിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. ഇൻട്രാ യൂട്രിൻ ഡിവൈസസ് ആണ്. അത് മീഡിയേറ്റഡ്, നോൺ മീഡിയേറ്റഡ്, ഹോർമോൺ റിലീസ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതിനകത്തിൽ കോപ്പർ 7 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കയറി വരും. ഇപ്പം 1 ഇയർ ഓൾഡ് ചൈൽഡായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് 1 വർഷം പ്രായമുള്ള ഒരു കുട്ടിയുടെ മദർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ പ്രഗ്നൻസി ഇപ്പോൾ ക്യാരി ചെയ്യാൻ, ഇപ്പം രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോൾ വേണ്ട, വളരെ താമസിച്ച് മതി. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത മെത്തേഡ് എന്താണ്? അപ്പോൾ ഡോക്ടർ അവിടെ സജസ്റ്റ് ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സജസ്റ്റ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ടീ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. കോപ്പർ ടീ യൂട്രസിനകത്ത് ഫിക്സ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കോപ്പർ ടീ അല്ലെങ്കിൽ കോപ്പർ 7 അല്ലെങ്കിൽ മൾട്ടി ലോഡ് 375. അപ്പോൾ അതായത് കോപ്പർ ടീയും കോപ്പർ 7 ഇട്ട് കഴിഞ്ഞാൽ മെയിനായിട്ട് കോപ്പർ ടീയാണ് വരുന്നത്. അതിൽ നിന്ന് കോപ്പർ അയോണുകൾ റിലീസ് ചെയ്യും. അപ്പോൾ കോപ്പർ അയോണുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പേമിനെ ഇനാക്റ്റീവ് ആക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ കോപ്പർ ടീ ആണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, കോപ്പർ ടീ യൂട്രസിനകത്ത് ഫിക്സ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസി എപ്പോൾ ക്യാരി ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഡോക്ടറെ വീണ്ടും കൺസൾട്ട് ചെയ്തിട്ട് ആ കോപ്പർ ടീ റിമൂവ് ചെയ്താൽ മതി. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ക്യാരി ചെയ്യുന്ന ഫസ്റ്റ് 3 months ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ നമ്മളൊരു യാതൊരുവിധ മെഡിസിനും എടുക്കാൻ പാടില്ല. ഗിവ് റീസൺസ്. പിന്നെ വാട്ട് ഈസ്
ടെറട്ടോജൻസ് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കയറി വരാം. അപ്പം ഫെർട്ടിലൈസേഷൻ നടന്ന് അത് എംബ്രിയോയുടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് 3 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് നമ്മൾ പറഞ്ഞ പേര് എന്താ, ഫീറ്റസ് എന്നാണ് പറയുന്നത്. ഫീറ്റസിൻ്റെ ഫസ്റ്റ് 3 months ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഹൈലി സെൻസിറ്റീവാണ്. ആ സമയത്ത് എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും കെമിക്കൽ ഏജൻസോ വല്ലതും നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീറ്റസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫീറ്റസിന് ചേഞ്ച് സംഭവിക്കാം. ഫീറ്റസിനുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ മാൽഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെറട്ടോജൻസ് എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ടെറട്ടോജൻസ് എന്നിട്ട് അതിൻ്റെ അടി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ മാൽഫോർമേഷൻ ഓഫ് ദ എംബ്രിയോ എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പം ഫീറ്റസിന് ചേഞ്ച് സംഭവിക്കാം. അപ്പം എന്നിട്ട് ആ ഫീറ്റസ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഓർഗാനിസമായിട്ട് മാറി വെളിയിൽ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചുകൾ നമുക്ക് കറക്റ്റ് കാണാം. ഒന്നുകിൽ കൈയോ കാലോ ഒക്കെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ തലയുടെ ഷേപ്പിലൊക്കെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അതിനെയാണ് അത് ആ ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടന്ന് ഫസ്റ്റ് 3 monthsനുള്ളിൽ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസോ അത് ഫീറ്റസിലോട്ട് എത്തിയതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ടെറട്ടോജൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ടെറട്ടോജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽഫോർമേഷൻ ഓഫ് ദ എംബ്രിയോ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എംബ്രിയോയ്ക്ക് ഉണ്ടാകുന്ന, എംബ്രിയോയുടെ ഷേപ്പിനുണ്ടാകുന്ന മാറ്റം, അതിനെയാണ് ടെറട്ടോജൻസ് എന്നറിയപ്പെടുന്നത്. അപ്പം IUDs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ IUDSും വളരെ പ്രധാനമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അതിനകത്താണ് പിൽസ് വരുന്നത്. അത് മെയിനായിട്ട് ഗുളികകളാണ്. ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചില പിൽസുകളാണ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സഹേലി. സഹേലി എന്ന് പറയുന്ന പിൽ, ഇത് CDRI എന്നാണ് ഇത് ഇറക്കുന്നത്. CDRI എന്ന് പറയുമ്പോൾ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ലക്നൌവിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടുന്ന് ഇറക്കുന്ന ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് ഇറക്കുന്ന ഒരു പില്ലാണ് ഏത് ഗുളികയാണ് ഈ സഹേലി എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇപ്പോൾ CDRI ഡെവലപ്പ് ചെയ്യിപ്പിച്ച ഓറൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു പിൽ എന്നറിയപ്പെടുന്ന ആരാണ്, സഹേലി. അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. അപ്പം ആ പിൽസിനകത്ത് സഹേലിയാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ സർജിക്കൽ മെത്തേഡ്സ് ഓർമ്മ വെക്കണം. ലാസ്റ്റ് വരുന്ന സർജിക്കൽ മെത്തേഡ്സ്. സർജിക്കൽ മെത്തേഡ്സിൻ്റെ ഇത് എന്താണ്, സർജിക്കൽ മെത്തേഡ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വാസിക്ടമി, 2 ട്യൂബിക്ടമി. ഓക്കെ, വാസിക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് തിരിച്ചു വെച്ച് ടൈ ചെയ്യുന്ന പരിപാടിയാണ് വാസിക്ടമി. അത് മെയിലിൽ ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ സർജിക്കൽ മെത്തേഡാണ്. ഓക്കെ, ട്യൂബിക്ടമി എന്ന് പറയുമ്പോഴത്തേനും ഓവിഡക്റ്റ് കട്ട് ചെയ്ത് തിരിച്ചു വെച്ച് ടൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ട്യൂബിക്ടമി എന്ന് പറയുന്നത്. അത് ഫീമെയിൽ ചെയ്യുന്ന ഒരു സർജിക്കൽ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം നമ്മൾ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ആ ഡയഗ്രമാണ് അതുപോലെ നമുക്ക് ക്വസ്റ്റിനകത്ത് തരുന്നത്. എന്നിട്ട് ഈ മെത്തേഡിന് പറയുന്ന പേരെന്താണ്. അപ്പോൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നതാകുമ്പോൾ വാസിക്ടമി, ഓവിഡക്റ്റ് കട്ട് ചെയ്യുന്നത് ട്യൂബിക്ടമി. അപ്പോൾ സർജിക്കൽ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷനൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചോണം. ചിലപ്പോൾ അത് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ വീഡിയോസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. അടുത്തത് STD. അടുത്തത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക്കാണ് STD. STD എന്ന് പറയുമ്പോഴത്തേനും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് STD. സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ പകരുന്ന രോഗങ്ങൾ. ആ രോഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ആ STDക്ക് കാരണമായിട്ടുള്ള കോസൽ ഏജൻസ്, അതിൻ്റെ പേരും നമ്മളൊന്ന് ഓർമ്മ വെക്കണം. അതിനകത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള STDക്കകത്ത് വരുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് എയ്ഡ്സ്, ഹെപ്പാറ്റൈറ്റിസ് B, ജെനിറ്റൽ ഹെർപ്സ്. അതെല്ലാം വൈറസാണ്. ജെനിറ്റൽ ഹെർപ്സ് സിംപ്ലക്സ് എന്ന് പറയുന്ന വൈറസാണ് ജെനിറ്റൽ ഹെർപ്സ് വരുത്തുന്നത്. അതുപോലെ ഹെപ്പാറ്റൈറ്റിസ് B എന്ന് പറയുമ്പോൾ ഹെപ്പാറ്റൈറ്റിസ് B വൈറസാണ്. അതുപോലെ എയ്ഡ്സ് HIV വൈറസാണ്. ഓക്കെ, ഇനി ആ എയ്ഡ്സിൻ്റെ നമ്മൾ നോക്കുമ്പോൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എയ്ഡ്സിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതി, അത് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ, അതുപോലെ ഇതിൻ്റെ പ്രിലിമിനറി ടെസ്റ്റ്. എയ്ഡ്സിൻ്റെ പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറയുമ്പം എലിസയാണ്. കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ബ്ലോട്ട്. അത് നമ്മൾ വേറെ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്ന
ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ താഴോട്ടുള്ള മുന്നോട്ടുള്ള ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം STDക്കകത്തിലെ ആ 3 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് MTP. ഇത് നമുക്ക് ഡെഫിനിഷൻ നമുക്ക് തരും. ദ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടൈം. ഇതിന് പറയുന്ന പേരെന്താണ്? ആൻസർ MTP എന്ന് മാത്രം എഴുതാം, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, ചിലപ്പോൾ എക്സ്പാൻഡ് MTP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് എഴുതിയാൽ മതി. പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്ന ആ ഒരു മെത്തേഡിനെയാണ് MTP എന്നറിയപ്പെടുന്നത്. അതും ഡെഫിനിഷൻ തന്നിട്ട് അത് 1 വേർഡ് പോലെ ഷോർട്ടായിട്ട് എഴുതാനാണ് ചോദിക്കുന്നത്. ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്ന ടോപ്പിക്സ് ഏതാണ്? ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ചിൽഡ്രൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു പോവുക. അതിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെഡിക്കൽ സയൻസ് വളരെയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? അത് കറക്റ്റ് ഓരോന്നും ഒന്ന് നോക്കണം. അത് ചിലതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും. അതിലൊന്നാമത്തെയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അത് തന്നെ സ്വിഫ്റ്റ് ഉണ്ട്, IUT ഉണ്ട്. പിന്നെ വരുന്നത് ഗിഫ്റ്റ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സിനകത്ത് സ്വിഫ്റ്റ്, ഗിഫ്റ്റ്. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഏത്? IVFനകത്ത് വരുന്നതാണ് സ്വിഫ്റ്റ്, അതുപോലെ തന്നെ IUT. അതിനകത്തുള്ള സ്വിഫ്റ്റും സൈഗോട്ട് ഇൻട്രാ ഫാലൂപ്പിയൻ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ പിന്നെ അതിനോട് ചേർന്ന് വരുന്ന അടുത്ത ഇൻട്രാ യൂട്രിൻ ട്രാൻസ്ഫർ, പിന്നെ വരുന്നത് ഗമേറ്റ് ഇൻട്രാ ഫാലൂപ്പിയൻ ട്രാൻസ്ഫർ. ഇത് ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത മദറിലേക്ക് ഡോണറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഓവത്തെ എന്തുവാണ്? ഫാലൂപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്. അതാണ് ഗമേറ്റ് ഇൻട്രാ ഫാലൂപ്പിയൻ ട്രാൻസ്ഫർ. അപ്പം ഈ ഓരോ മെത്തേഡും ചെയ്യുന്നത് ഏത് കണ്ടീഷനിൽ വെച്ചാണ് ഈ ഓരോ മെത്തേഡും ചെയ്യുന്നത്? ഇപ്പോൾ ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത മദറിലേക്ക് ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഗിഫ്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എക്സ്പാൻഡ് എന്നും പറഞ്ഞെങ്കിലും കയറി വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുണ്ട് ICSI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇൻട്രാ യൂട്രിൻ ഇൻസെമിനേഷൻ, അങ്ങനെ കുറേ എണ്ണം താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൂടാതെ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും 1 വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ്, ഈ പറയുന്ന ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്തായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന നമ്മുടെ സുവോളജിയുടെ 3ാമത്തെ ചാപ്റ്ററാണ് ഏത്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അല്ലേ? ജെനറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ജെനറ്റിക്സിനെ ബേസ് നമുക്ക് 2 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെയധികം വെയിറ്റേജ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ. ഹ്യൂമൻ റിപ്രൊഡക്ഷൻ പോലെ തന്നെ വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മറ്റൊരു ചാപ്റ്ററാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ ഈ ഓണം പോലുള്ള എക്സാമും ഇതിനൊക്കെ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചില ടോപ്പിക്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ടോപ്പിക്സ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ചോദിക്കുന്ന ഫുൾ മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ ടോപ്പിക്സ് ഏതാണെന്ന് പറയുമ്പം അത് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഓക്കെ, ഓണം എക്സാമും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനുമൊക്കെ ആവർത്തിച്ച് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണ്, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കേണ്ടത് ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നത്. ടെസ്റ്റ് ക്രോസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, അല്ലേ?
ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം F1 ജനറേഷനെ തിരിച്ച് റിസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുവാണ് ഏത് ടെസ്റ്റ് ക്രോസ്. അപ്പം ഈ ടെസ്റ്റ് ക്രോസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. ഒരേ ക്യാരക്ടറുള്ള രണ്ട് പേരൻസിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യിപ്പിക്കുന്നതാണ് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. എന്നാൽ രണ്ട് ക്യാരക്ടർ വീതമുള്ള രണ്ട് പേരൻസിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നതാണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. എ ടെസ്റ്റ് ക്രോസ് ഇൻവോൾവിങ് 2 ക്യാരക്ടേഴ്സ്, അതാണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. അതിൻ്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1:1:1:1 എന്ന് വരും. ഓക്കെ, ഇനി വാട്ട് ഈസ് 1:1:1:1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് എഴുതണം. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ ആണ് എപ്പോഴും 1:1:1:1. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ 1:1 ആയിരിക്കും. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി മെന്റലിന്റെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് 3 ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ലോ എന്ന് പറയാം 3ാമത്തെ ലോയാണ്. ഓക്കെ, ആ ലോ ഏതാണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ഈ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്. മെന്റലിൽ 2 ക്യാരക്ടർ വീതമുള്ള പേരൻസിനെ ക്രോസ് ചെയ്യപ്പോൾ കിട്ടിയ റിസൾട്ട് ആണ് ഈ 3ാമത്തെ ലോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റിന്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ 9:3:3:1 എന്ന് വരും. കണ്ടോ, അതിൽ 9 എന്ന് പറയുമ്പോൾ റൗണ്ട് അല്ലേ. അപ്പം ഇദ്ദേഹം ചെയ്തത് എന്താണ്? 2 ക്യാരക്ടറുള്ള പീ പ്ലാന്റിനെ പരസ്പരം ക്രോസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു F1 ജനറേഷൻ കിട്ടി. ആ F1 ജനറേഷൻ അതേപോലത്തെ ഒരു F1 ജനറേഷനായിട്ട് വീണ്ടും ക്രോസ് ചെയ്യിപ്പിച്ച് F2 ജനറേഷൻ ഡെവലപ്പ് ചെയ്യിപ്പിച്ച്. അപ്പോൾ F2 ജനറേഷനകത്ത് 9 എണ്ണം റൗണ്ട് എല്ലയാണ്, 3 എണ്ണം റൗണ്ട് ഗ്രീൻ ആണ്, 3 എണ്ണം റിങ്കിൾഡ് യെല്ലോ ആണ്, ലാസ്റ്റ് വരുന്ന ഒരെണ്ണം റിങ്കിൾഡ് ഗ്രീൻ ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹം ക്രോസ് ചെയ്യിപ്പിച്ചത് റൗണ്ട് യെല്ലോ സീഡ്, റിങ്കിൾഡ് ഗ്രീൻ സീഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ 9:3:3:1 എന്ന് വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മെൻഡൽസ് 3ാമത്തെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്. എക്സാമ്പിൾ പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. പ്രൂവ് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ 9:3:3:1 എന്ന് ഫിനോറ്റിപ്പിക് റേഷ്യോ എഴുതി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രൂവ്ഡ് ആകുന്നത്. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ വരെ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഫിനോറ്റിപ്പിക് റേഷ്യോ വരെ കംപ്ലീറ്റ് ചെയ്യുക, എഴുതുക. അപ്പോഴാണ് അത് പ്രൂവ്ഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഓക്കെ, അടുത്തത് മെൻഡൽസിൻ്റെ ഫൈൻഡിങ്സ് കൂടാതെ ജെനറ്റിക്സിനകത്ത് വേറെ മറ്റു ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ മെൻഡലിൻ്റെ ലോ കഴിഞ്ഞാൽ 3 ലോ കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം മെൻഡലിൻ്റെ 3 ലോയ്ക്കകത്ത് ഏറ്റവും ലാസ്റ്റിലത്തെ ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ചില ജെനറ്റിക്സിനകത്തുള്ള ചില ഫൈൻഡിങ്സ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടർ ഇൻകംപ്ലീറ്റ് ആയിട്ട് വരിക. ഇത് കണ്ടെത്തിയത് കാൾ കോറൻസ് ആണ്. ഇദ്ദേഹം 4 o'clock പ്ലാന്റിൽ നടത്തിയ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ വീഡിയോസിനകത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ റെഡ് ഫ്ലവറുള്ള ഒരു 4 o'clock പ്ലാന്റിനെ വൈറ്റ് ഫ്ലവറുള്ള പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തപ്പം ആദ്യം കിട്ടിയ F1 പിങ്ക് ആണ് കിട്ടിയത്. അപ്പോൾ റെഡും വൈറ്റും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറാണ് ഏത്? പിങ്ക്. അവിടെ രണ്ടുപേരും ഒരേപോലെ ആരാണ് ഡോമിനൻ്റ് ആരാണ് റിസീവ് എന്ന് പറയാൻ പറ്റുന്നില്ല. അത് രണ്ടുപേരും ഒരുപോലെ എക്സ്പ്രസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് രണ്ട് ക്യാരക്ടറൂടെ മിക്സ് ചെയ്ത് കാണിച്ചു. ആ ഒരു ഫിനോമിനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പ്രൂവ് ചെയ്യുന്നത് അതിൻ്റെ ഫിനോറ്റിപ്പിക് റേഷ്യോ പ്രൂവ് ചെയ്യുന്നത് 1:2:1 എന്ന റേഷ്യോയിലാണ്. അത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കണം. അതിൻ്റെ എക്സാമ്പിളും നോക്കിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉറപ്പിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ അലീൽസ്. മൾട്ടിപ്പിൾ അലീൽസ് നിങ്ങൾ നോക്കുമ്പം അതിനകത്ത് നിന്ന് നമുക്ക് ചോദിക്കുന്നത് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജീനിന് തന്നെ ഒന്നിൽ കൂടുതൽ അലീൽസ് ഒരു പോപ്പുലേഷനിൽ നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ ആ കാണുന്ന അലീൽസിനെയാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. മോർ ദാൻ 2 alleles in a population. Some genes have more than 2 alleles in a population. It is said to be multiple alleles. ഇതിന് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ്.
ഓക്കെ. അപ്പം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ക്യാരക്ടറാണ്. അത് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ജീനാണ്, അതിനെ ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ ഈ ജീനിന് തന്നെ 3 അലീൽസ് ഉണ്ട്. അതിനെ നമ്മൾ IA, IB, സ്മാൾ ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഈ ജീൻ്റെ അലീൽസാണ് ഈ കൊടുത്തിരിക്കുന്ന 3 എണ്ണം. ഈ അലീൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. സം ജീൻസ് ഹാവ് മോർ ദാൻ 2 അലീൽസ് ഇൻ എ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് സെറ്റ് ടു ബി മൾട്ടിപ്പിൾ അലീൽസ്. അപ്പോൾ ഇത് രണ്ടും ഡോമിനൻ്റ് ആണ്, എയും ബിയും. അതുപോലെ ഐ എന്ന് പറയുമ്പോൾ റിസസീവാണ്. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ എ ടേബിൾ ചാർട്ട് ഷോയിങ് ദ പോസിബിൾ ജീനോ ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയും. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ABO. അപ്പം നമ്മൾ 3 ലെറ്ററാണ് കോമൺ ആയിട്ട് എടുത്തത്, ABO. അതുകൊണ്ട് ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. അതിൽ A എന്ന് പറയുന്ന ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒന്നുകിൽ IA എന്ന് പറയുന്ന 2 ഡോമിനൻ്റ് ജീൻ ആയിരിക്കും, അല്ലെങ്കിൽ IA എന്ന് പറയുന്ന ഒരു ഡോമിനൻ്റ് ജീൻ, ഒരു റിസസീവ് ആയിരിക്കും. ഇനി B ബ്ലഡ് ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യുന്നത് IB എന്ന് പറയുന്ന 2 ഡോമിനൻ്റ് ജീൻ ആയിരിക്കും, അല്ലെങ്കിൽ IB എന്ന് പറയുന്ന ഒരു ഡോമിനൻ്റ് ജീൻ, ഒരു റിസസീവ് ആയിരിക്കും. AB ആണെങ്കിലോ IB, അതുപോലെ O ആണെങ്കിലോ II. ഓക്കെ. ഇത് ബ്ലഡ് ഗ്രൂപ്പ്, ഇത് ജീനോടൈപ്സ്. കണ്ടോ? ഇതാണ് നമ്മൾ ഫ്ലോ ചാർട്ടായിട്ട് എഴുതേണ്ടത്. ഡ്രോ എ ടേബിൾ ചാർട്ട് ഷോയിങ് ദ പോസിബിൾ ജീനോടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് ABO, എന്നിട്ട് ജീനോടൈപ്സ് എന്ന് എഴുതിയിട്ട് ഇതാണ് കറക്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീനോടൈപ്സ് അല്ലെങ്കിൽ ജീനുകളുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ജീനുകളാണ് അത് കാണിക്കുന്നതാണ് ഈ ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലോ ചാർട്ട് നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കിക്കോണം, ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കയറി ചോദിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ചൈൽഡ് ഹാസ് ബ്ലഡ് ഗ്രൂപ്പ് O if the father has blood group A and the mother has blood group B. Construct the possible genotypes of the parents എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ മറ്റ് ഓസ്പ്രിങ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ജീനോടൈപ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും വരും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഫാദർ A ആണ്, മദർ B ആണ്. അപ്പോൾ ഉണ്ടായ കുട്ടി O ആണെങ്കിൽ O വരണമെങ്കിൽ സ്മാൾ ഐ വരണം. അപ്പോൾ ഇവിടെ O വരണമെങ്കിൽ ഫാദറിൻ്റെ IAIയും മദറിൻ്റെ IBIയും ആണ് വരേണ്ടത്. അപ്പോഴേ കുട്ടി എന്ത് വരത്തുള്ളൂ? O വരത്തുള്ളൂ. ഈ 2 ഡോമിനൻ്റ് ജീൻ IA അതുപോലെ ഈ 2 ഡോമിനൻ്റ് ജീൻ ആണെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞ് O വരത്തില്ല. ഈ സ്മാൾ ഐ ഉള്ള ഇത് വന്നെങ്കിൽ മാത്രമേ കുഞ്ഞ് ഫാദറിൻ്റെയും മദറിൻ്റെയും അതിനകത്ത് ആര് വരണം? ഈ സ്മാൾ ഐ, റിസസീവായിട്ടുള്ള സ്മാൾ ഐ എന്ന് പറയുന്ന ജീൻ വരണം, എങ്കിലേ കുഞ്ഞ് O വരത്തുള്ളൂ. ഓക്കെ. അത് കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേനും ബാക്കി ഇനിയും ഈ ഒരെണ്ണം കഴിഞ്ഞ് ഈ ഒരു കുഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കാവുന്ന 3 കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ ഒരാൾ A ആയിരിക്കും, ഒരാൾ B ആയിരിക്കും, ഒരാൾ AB ആയിരിക്കും. അതാണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അതർ ഓസ്പ്രിങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. അടുത്തത്, ഇത് നമ്മൾ ടെസ്റ്റിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്ന 2 ടോപ്പിക്കാണ്. ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്, പ്ലിയോട്രോപ്പി. ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ദ ഇൻഹെറിറ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ ജീൻസ് ഈസ് സെറ്റ് ടു ബി ആണ് ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് ഓർ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതായത് ഒരു ക്യാരക്ടർ 2ൽ കൂടുതൽ ജീനുകൾ ഡൊണേറ്റ് ചെയ്യും. സാധാരണ ഇപ്പോൾ ഒരു ജീനിന് ഓൾറെഡി ഒരു ക്യാരക്ടർ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചില കേസിൽ എന്ത് ചെയ്യും? 2ഓ അതിൽ കൂടുതലോ ജീനുകൾ ഒന്നിച്ച് കൂടി ചേർന്നിട്ട് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ വരുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് അഥവാ ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇത് സ്റ്റഡി ചെയ്തത് CB ഡേവൻപോർട്ടർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇതിന് എക്സാമ്പിളാണ് സ്കിൻ കളർ, ഹ്യൂമൻ സ്കിൻ കളർ. നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുമ്പോൾ അതൊരു ക്യാരക്ടറാണ്, സ്കിന്നിൻ്റെ കളറ്. അത് ഡൊണേറ്റ് ചെയ്യുന്നത് 3
കണ്ടോ 3 ജീനുകളാണ്. ഇതിൻ്റെ തന്നെ റിസസീവ് വരുന്നുണ്ട്, ഇങ്ങനെ വരും. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് കൊടുക്കുന്ന ഈ 3 ജീനുകളുടെ കൂടിച്ചേർന്നതിന് ശേഷം ഈ 3 ജീനുകളുടെ ഒറ്റ ക്യാരക്ടറാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ആ ക്യാരക്ടറാണ് ഏത്? സ്കിൻ കളർ. അപ്പം നമ്മുടെ സ്കിൻ കളർ ഡൊണേറ്റ് ചെയ്യുന്നത് 3 അല്ലീൽസ് അല്ലെങ്കിൽ 3 ജീനുകളാണ്, ഓർത്തോണം. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ 2ൽ കൂടുതൽ ജീനുകൾ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, 2 കൂടുതലോ ജീനുകൾ കൂടി ചേർന്നിട്ട് ഒരു ക്യാരക്ടർ മാത്രം ഉണ്ടാകുക. അങ്ങനെ വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് അഥവാ ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. അത് നിങ്ങൾക്ക് ഡെഫിനേഷനായിട്ട് തന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരെന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. പോളിജീനിക് ഇൻഹെറിറ്റൻസ്. പോളിജീനിക്, ധാരാളം ജീനുകൾ കൂടി ചേർന്നിട്ട് ഒരു ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ വരികയാണ്. ഓക്കെ, എക്സ്പ്രസ് ചെയ്യുകയാണ്. അതാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അതുപോലെ അതിന് എക്സാമ്പിളാണ് സ്കിൻ കളർ ഇൻ മാൻ, ഹൈറ്റ് ഇൻ മാൻ, ഇൻ്റലിജൻസ് ഇൻ മാൻ, അതുപോലെ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ആനിമൽസ്. ഇതെല്ലാം പോളിജീനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീന് 1ൽ കൂടുതൽ ഫിനോറ്റിപ്പിക് ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കാണും. ദ എബിലിറ്റി ഓഫ് എ ജീൻ ടു ഹാവ് മെനി ഫിനോറ്റിപ്പിക് എഫക്ട്സ്, ഇറ്റ് ഈസ് സെറ്റ് ടു ബി പ്ലിയോട്രോപ്പി. ഇതിന് എക്സാമ്പിളാണ് ഒരു ജീന് 1ൽ കൂടുതൽ ഫിനോറ്റിപ്പിക് ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, കഴിവിന് പറഞ്ഞ പേരാണ് പ്ലിയോട്രോപ്പി എന്ന് പറയും. ഈ ഒരു ഫിനോമിന് പറഞ്ഞ പേര് പ്ലിയോട്രോപ്പിസം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിളാണ് ഫ്ലവർ കളർ, സീഡ് കളർ. സീഡ് എന്ന് പറയുമ്പം മെയിനായിട്ട് ഇപ്പം ഈ വൻപയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് കോട്ടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല പല കളറോട് കൂടിയ ഡോട്ട്, ചെറിയ കുത്തുകുത്തു പോലുള്ള പാടുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഒറ്റ ജീനാണ് ആ പല കളറും ഡൊണേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ കളർ എടുത്ത് വെച്ച് നോക്കുക, പെറ്റലിന് പല പല കളറുകൾ കാണും, അതെല്ലാം ഒറ്റ ജീനാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ജീനിന് 1ൽ കൂടുതൽ ഫിനോറ്റിപ്പിക് ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് പറഞ്ഞ പേരാണ് പ്ലിയോട്രോപ്പി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇത്രയും ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സാണ്. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരുന്നതുമാണ്. ഓക്കെ.